ആണോ ആ പ്രശ്നത്തെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ആയിട്ടുള്ള ടോക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെനിക്ക് എപ്പോഴും തോന്നാണ്ട്. എൻ്റെ എന്ത് വിഷയം വന്നാലും ഇരിഞ്ഞാലക്കുട രൂപത പേരാമ്പ്ര ഇടവയിൽ നിന്ന് വരുന്നു. ഞാനും എൻ്റെ കുടുംബം താമസിക്കുന്നത് ഷാർജയിലാണ്. ഞാനിവിടെ 2019 നവംബർ മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കൊറോണയായി, ലോക്ക്ഡൗണായി. ഞാനപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു ജിമ്മായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജിമ്മിൽ വരുന്ന ഓരോ കസ്റ്റമറോടും പേഴ്സണലായിട്ട് സംസാരിക്കും. അപ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ കൃപാസനം മാതാവിനെക്കുറിച്ചും മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അതിൻ്റെ ലിങ്കും ഞാൻ അയച്ചു കൊടുക്കും അവരുടെ നമ്പറിലേക്ക്. അങ്ങനെ അവരോട് പറയും, നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ എന്നോട് ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ ഭാര്യയും ഭർത്താവ് ഇവിടെ ഉണ്ട്, നേഴ്സാണ് ഭാര്യ, കൊച്ചുങ്ങളില്ല, 3 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ കയ്യിൽ ഒരു പഴയ പേപ്പർ ഉണ്ടായിരുന്നു കൃപാസനത്തിൻ്റെ, ഞാനത് ആൾക്ക് കൊടുത്തിട്ട് ലിങ്കും അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ എല്ലാവർക്കും ഇങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഓൺലൈനിൽ നമുക്ക് ധ്യാനം കൂടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മൾ ഭക്ഷണം വയ്ക്കുന്ന നേരത്തെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി, and പ്രാർത്ഥിച്ചാൽ മതി. ഞാനതുപോലെയാണ് ചെയ്യുന്നത്. ഭക്ഷണമൊക്കെ വെക്കുന്ന നേരത്താണ് ഞാൻ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ 1 മാസത്തോളം അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് തോന്നി മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മാതാവിൻ്റെ അടുത്തുനിന്ന് വെഞ്ചിരിച്ച് ഞാൻ കൊണ്ടുവന്ന ഉപ്പാണ്. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ 2 പേരും ഇതിൽ നിന്ന് ഓരോ നുള്ളെടുത്ത് ഒന്നിൽ കഴിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലാക്കിയിട്ട് കുടിച്ചാൽ മതി. നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. അവരതുപോലെ തന്നെ ചെയ്തു. പിറ്റേ മാസം അവരെന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ നിങ്ങൾ പറഞ്ഞതുപോലെ ഭാര്യ കൺസീവാണ്, ഞാൻ ഇത് റിസൾട്ട് വന്നിട്ട് പറയാതിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ആൾ ജിമ്മ് നിർത്തി അങ്ങനെ പോയി. ഒരു 2-3 മാസം കഴിഞ്ഞു. ഞാനിതുപോലെ തന്നെ താഴെ കടയിൽ ചെന്നപ്പോൾ അവിടെ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മാഷ ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞു, ചേട്ടനെ ഞാൻ വിളിക്കാതിരിക്കുകയായിരുന്നു. ഞാൻ 8 ടെസ്റ്റ്, ഡ്രൈവിങ്ങിൻ്റെ 8 ടെസ്റ്റ് കൊടുത്തിട്ട് 8 ടെസ്റ്റും തോറ്റു. നാളെ 9ാമത്തെ ടെസ്റ്റിന് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ഡോക്യുമെൻറ്റ്സ് കോപ്പി എടുക്കാൻ വന്നതാണ്. ചേട്ടനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, മാതാവിനോട് പറഞ്ഞു, മാതാവിനെ അറിയാവുന്നതല്ല, മാതാവിനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ ഉപ്പ് കയ്യിലുണ്ടോ ചേട്ടാ? പറഞ്ഞുണ്ട്. രാവിലെ നിങ്ങൾ ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ ഉപ്പ് ഒരു നുള്ളു കഴിച്ചിട്ട് പോയിക്കോ, പ്രാർത്ഥിച്ചിട്ട് പോയിക്കോ, നിങ്ങൾ പാസ്സായിരിക്കും. രാത്രിയായപ്പോൾ ആൾ എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ 9ാമത്തെ ടെസ്റ്റിൽ ഞാൻ പാസ്സായി, ചേട്ടനെ കണ്ടതൊരു ഭാഗ്യമായി. ഞാൻ പറഞ്ഞു, ഞാനല്ല, മാതാവാണ് നിങ്ങൾക്ക് ചെയ്തതെന്ന്. അതുപോലെ തന്നെ എൻ്റെ ജിമ്മിൽ പലരും വരും. ഇതുപോലെ തന്നെ എറണാകുളത്തു നിന്നുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു. ആൾ 34 വയസ്സായിരുന്നു. ആൾക്ക് ഇതുവരെ മാരേജ് ആയിട്ടില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഈ പ്രാവശ്യം നാട്ടിൽ ഒരു 4-5 പ്രാവശ്യം ആൾ നാട്ടിൽ പോയി, കല്യാണമൊന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നേരെ ആദ്യം തന്നെ കൃപാസനത്തിൽ പോകും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണക്കാരി ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആൾ പോയി. ഫസ്റ്റ് ഇവിടെ വന്നു. അന്ന് ലോക്ക്ഡൗൺ ടൈമായിരുന്നു. ഇവിടെ കൃപാസനം തുറന്ന ടൈമിൽ തന്നെ ആൾ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു 2-3 പെൺകുട്ടിയെ കണ്ടു. ആളുടെ കല്യാണം ഉറച്ചു. ആളെന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കല്യാണം ഉറച്ചു. ആൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു. എന്നോട് പോകുന്ന ഒരു സമയത്ത് പറഞ്ഞു, ഞങ്ങൾ കൃപാസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭാര്യയും ഭർത്താവോട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുപോലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ജിമ്മാണ്. ഞങ്ങൾക്ക് ഒരുപാട് 6 മാസത്തോളം ക്ലോസ് ചെയ്തിട്ടു. അതിൻ്റെ വാടകയും സാലറിയൊക്കെ ഒരുപാട് ബാധ്യത വന്നു. ഞാനപ്പോൾ കുറച്ച് ബാധ്യതയും തീർക്കാനായിട്ട് എൻ്റെ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാനത് കൊടുക്കാനായിട്ട് പലരോടും പറഞ്ഞു. അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, അങ്ങനെ എൻ്റെ ആ സ്ഥലം കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ എടുത്തോളൂ, ചെറിയ വിലയ്ക്ക് തരാം, ഞാൻ വാങ്ങിയ വില നോക്കുന്നില്ല. നാട്ടിൽ ചേട്ടനോട് പറഞ്ഞു, ഒരു രക്ഷയില്ല. ഒരു 2 വർഷത്തോളം അങ്ങനെ കിടന്നു. ഞാൻ പിന്നെ സ്ഥലം വിൽക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാനത് വിട്ട് കളഞ്ഞു. 2020 സെപ്റ്റംബറിൽ ഞാൻ ഒരു 10 ദിവസത്തെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ പറയുന്നു, പോളിയെ എൻ്റെ ആ സ്ഥലത്തിന് ഒരാൾ വന്നിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ സ്ഥലം കച്ചവടമായി. ഇപ്പോൾ ഞാൻ വന്നത് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ ആ സ്ഥലം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഓൺ ദ സ്പോട്ടിലാണ്. ഇവിടുന്ന് പുതുക്കി ഞാൻ വീട്ടിലെത്തിയില്ല, അതിന് മുന്നേ അവിടെ സ്ഥലം കച്ചവടമായി. അങ്ങനെ വലിയൊരു അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ നമ്മുടെ ജിമ്മിൽ ഒരു ബാലചന്ദ്രൻ സാർ എന്ന് പറഞ്ഞൊരാൾ വരും. ആൾ ഹിന്ദുവിൽ നിന്ന് കൺവെർട്ടായി ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ആളും ഫാമിലിയും.
അപ്പം ഞാൻ ആളോട് പറയും, സാർ ഇങ്ങനെ ഒരു ഇതുണ്ട്, നല്ല എനർജറ്റിക്കാണ്, സാറിന് എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അച്ഛൻ്റെ ടോക്ക് കേട്ടാൽ മതി, കൃപാസനത്തെ ടോക്ക് കേട്ടാൽ മതി, അച്ഛൻ സാറൊന്ന് കേട്ടു നോക്കണം. അങ്ങനെ ആൾ എന്നോട് പറയുന്നത് എനിക്കുള്ള അനുഭവമാണ്. പോളി ഞാനത് കേട്ടിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ടോക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ആയിട്ടുള്ള ടോക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെനിക്ക് എപ്പോഴും തോന്നാണ്ട്, എൻ്റെ എന്ത് വിഷയം വന്നാലും നമ്മൾ വളരെ മനസ്സ് വിഷമിച്ചിട്ട് അച്ഛൻ്റെ ടോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താണ് വിഷമിച്ചുകൊണ്ട് മനസ്സ് അതിനുള്ള പ്രതിവിധിയായിട്ടുള്ള ടോക്കായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ എൻ്റെ ലൈസൻസ് ഓവറായി, എല്ലാം ഓവറായി, പുതുക്കാനൊരു മാർഗ്ഗമില്ല. അതിന് ഞാൻ എന്നും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ ദിവസവും കൊറോണ ആയതുകൊണ്ട് എല്ലാ മാസവും ഒരു 2 മാസം കൂടുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെക്കിങ്ങിന് വരും. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഓവർ, വിസ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും സീൽ ചെയ്യാവുന്ന അവസ്ഥയാണ്. മാതാവ് എല്ലാ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരികളിൽ നിന്നും അങ്ങയുടെ നീലങ്കിക്കുള്ള എൻ്റെ സ്ഥാപനത്തെ കാത്തു സംരക്ഷിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഈ 3 വർഷവും യാതൊരു പ്രശ്നങ്ങളില്ലാതെ എൻ്റെ ജിമ്മിനെ നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. മാതാവ് എന്നെ കാത്തു സംരക്ഷിച്ചു. ഏത് ചെക്കിങ്ങിനുള്ള ഇൻസ്പെക്ടർ വന്നാലും എല്ലാ ഡോക്യുമെൻസും നോക്കും. എന്നിട്ട് പറയും, എത്രയും പെട്ടെന്ന് ലൈസൻസ് പുതുക്കണം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഫൈൻ എന്ന് പറയും. പക്ഷേ ആ പറയൽ മാത്രമുള്ള പിന്നെയും വരുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടു. മാതാവ് പ്രത്യേകമായിട്ട് നീലങ്കിക്കുള്ളിൽ തന്നെ എൻ്റെ സ്ഥാപനത്തെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചുകൊണ്ടാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്കും ദൈവദാനം നന്ദി പറയാം.